നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും നവംബർ 2-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏറ്റുമാനൂർ സാൻജോസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള പ്രസ് മീറ്റ് നടത്തപ്പെട്ടു. സംഘടനയുടെ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ഏറ്റുമാനൂർ യൂണിറ്റിൽ വെച്ച് നവംബർ 2-ാം തീയതി ഞായറാഴ്ച നടക്കുന്നു എന്ന സന്തോഷം നിങ്ങളെ അറിയിക്കാനാണ്. സാൻജോസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. രാവിലെ ഞങ്ങളുടെ ജനറൽ കൗൺസിൽ യോഗം, അതിനകത്ത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതും ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ G ജയപാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതുമാണ്. ആ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഞങ്ങളുടെ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ആരാധ്യനായ ഏറ്റുമാനൂർ MLAയും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ ശ്രീ VN വാസവൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. കേരളത്തിൻ്റെ ആരാധനായ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട കേരള ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ KHRA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ G ജയപാൽ, സംസ്ഥാന ട്രഷറർ ശ്രീ മുഹമ്മദ് ഷെരീഫ്, ഏറ്റുമാനൂർ നഗരസഭ അധ്യക്ഷ ശ്രീമതി ലവ്ലി ജോർജ് പടിക്കര എന്നിവർ പങ്കെടുക്കും. സംഘടനയുടെ ചാരിറ്റിയുടെ ഭാഗമായി നടപ്പിലാക്കിയ സുരക്ഷാ പദ്ധതിയിൽ മരണമടഞ്ഞ കുടുംബത്തിനായുള്ള സഹായധനവും ഈ സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് കൈമാറും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികളില്ലാതെ ശേഷിക്കുന്നത് 138 കോടി രൂപയുടെ നിക്ഷേപം. ജില്ലയിൽ ഇത്തരം 5.07 ലക്ഷം അക്കൗണ്ടുകളാണുള്ളത്. ഇത്തരം അക്കൗണ്ടുകൾ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാണ്. രാജ്യവ്യാപകമായി 1.82 ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിൽ അവകാശികളില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ളത്. 10 വർഷത്തിലേറെയായി ഒരു ഇടപാട് പോലും നടക്കാത്ത അക്കൗണ്ടുകളാണ് അവകാശികളില്ലാത്ത അക്കൗണ്ടായി പരിഗണിക്കുക. നടന്മാരായ രജനികാന്തിൻ്റെയും ധനുഷിൻ്റെയും വീടുകൾക്ക് നേരെ ബോംബ് ഭീഷണി. തമിഴ്നാട് DGPയുടെ ഔദ്യോഗിക ഇമെയിലാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. പോലീസ് അന്വേഷണത്തിനെ തുടർന്ന് ഭീഷണികൾ വ്യാജമാണെന്നും ഈ മാസം തമിഴ് സെലിബ്രിറ്റികളെ ലക്ഷ്യം വെച്ചുവന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ ഭാഗമാണിതെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. അടിമാലി മണ്ണിടിച്ചിൽ ഗുരുതര പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും. സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. നെല്ല് സംഭരണം സുഗമമാക്കുവാൻ സർക്കാരും മില്ലുടമകളും തമ്മിൽ ധാരണയായി. നെല്ല് സംസ്കരണ മില്ലുടമകൾ 2022-23 സംഭരണ വർഷം ഔട്ട് ടേൺ റേഷ്യോയുമായി ബന്ധപ്പെട്ട് നൽകുവാനുള്ള നഷ്ടപരിഹാര തുകയായ 63.37 കോടി രൂപ അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. തൃശൂരിൽ അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ചേറ്റുവ പഴയ ടോൾ ബൂത്തിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡൽഹിയിലെ വായു മലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴയ്ക്കായി ആരംഭിച്ച ക്ലൗഡ് സീഡിംഗ് ദൗത്യം ഫലം കണ്ടില്ല. ഇന്നലെ ഉച്ചയോടെ ക്ലൗഡ് സീഡിംഗ് നടത്തിയെങ്കിലും മഴ പെയ്യിക്കാനായില്ല. മേഘങ്ങളിൽ ഈർപ്പത്തിൻ്റെ അംശം 20% താഴെയായതിനാലാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ കഴിയാത്തതെന്നാണ് IIT കാൺപൂരിൻ്റെ വിശദീകരണം.
ഗസയിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം, 18 പലസ്തീനികൾ കൊല്ലപ്പെട്ടു, 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടത്. കെനിയയിൽ ചെറുവിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 12 പേർക്ക് ജീവൻ നഷ്ടമായതായി റിപ്പോർട്ട്. ക്വാല ക്വാണ്ടിയിലെ ഡിസിംബ ഗോലിയിലാണ് അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 8:30 സംഭവം. 2 പേർ കൊല്ലപ്പെട്ടെന്നും മരിച്ചവർ വിനോദസഞ്ചാരികളാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ 4 ബോട്ടുകൾ കൂടി തകർത്ത് അമേരിക്ക. 14 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി US പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് അമേരിക്ക ഇതുവരെ 14 ബോട്ടുകളാണ് സെപ്റ്റംബർ മുതൽ കരീബിയൻ കടലിലും പസഫിക് സമുദ്രത്തിലുമായി തകർത്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.